എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന വാർത്ത. പുതിയ പ്രോസ്പെക്ട് പ്രകാരം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റാണ് റദ്ദാക്കിയത്. റാങ്ക് നിർണയ രീതി CBSE സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി. അതേസമയം എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുലയാണ് സർക്കാർ കൊണ്ടുവന്നത് എന്നായിരുന്നു മന്ത്രി R. ബിന്ദുവിന്റെ പ്രതികരണം. വിഷയത്തിൽ ക്യാബിനറ്റ് നാളെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. പുതിയ കീം പരീക്ഷാ രീതി CBSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ പിന്തള്ളുന്ന വിധത്തിലാണെന്ന് ആരോപിച്ച് എറണാകുളം സ്വദേശിനി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് D.K. സിംഗ് പരിഗണിച്ചത്. പുതിയ രീതി നടപ്പാക്കിയതോടെ തന്റെ റാങ്ക് 4209 ആയെന്നും തനിക്ക് ലഭിച്ച അതേ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത് 1907 റാങ്ക് ആയിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. പ്രവേശന പരീക്ഷയ്ക്കും 12ാം ക്ലാസ്സിലും ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. പുതിയ രീതി അനുസരിച്ച് കേരള സിലബസിലും CBSEയിലും പഠിച്ച വിദ്യാർത്ഥികളുടെ വെയിറ്റേജ് മാർക്ക് ഒരേ രീതിയിലാണ് കണക്കാക്കിയിരുന്നത്. ഇതാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സംസ്ഥാന CBSE സിലബസുകൾ ഏകീകരിക്കാനാണ് ഇത്തരം മാനദണ്ഡം കൊണ്ടുവന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുലയാണ് കൊണ്ടുവന്നതെന്നും ക്യാബിനറ്റ് അംഗീകരിച്ച ശേഷമാണ് നടപ്പാക്കിയതെന്നും മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. തുടർ നടപടികൾ നാളെ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിക്കും. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. സർക്കാരിന് അതിനപ്പുറത്ത് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഉടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.